ഹായ് ഫ്രണ്ട്സ്, CCS ടെക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് FortiGate ഫയർവാളിലെ കുറച്ച് ബേസിക്സ് കമാൻഡ്സ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹാർഡ്വെയർ സ്റ്റാറ്റസ് അറിയാനും സോഫ്റ്റ്വെയർ സ്റ്റാറ്റസ് അറിയാനും ഇൻ്റർഫേസ് സ്റ്റാറ്റസ്, IP ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് കമാൻഡ്സ് ആണ് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഞാനിവിടെ എൻ്റെ സോഫ്റ്റ്വെയർ ഫയർവാൾ ആണ് യൂസ് ചെയ്യുന്നത്, ഹാർഡ്വെയർ ഫയർവാൾ അല്ല. ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ ഫയർവാൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് VMwareനകത്താണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഗെറ്റ് സിസ്റ്റം സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. നമ്മുടെ ഹോസ്റ്റ് നെയിം എന്താണെന്നും അതുപോലെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ്, എപ്പോൾ സിസ്റ്റം റിബൂട്ട് ചെയ്തു, ഫ്രെയിംവെയർ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസസ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ ഹാർഡ്വെയർ സൈഡിലോട്ടാണ്. നമ്മൾ ഹാർഡ്വെയർ സ്റ്റാറ്റസ് അടിക്കുമ്പോൾ ഞാനിവിടെ സോഫ്റ്റ്വെയർ ഫയർവാൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ CPU എന്ന് പറയുന്നത് CPU ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രൊസസ്സർ ആയിരിക്കും കാണിക്കുക. അതിന് 2 GB RAM ആണ് ഞാനിതിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു കോർ CPU ആണ് ഇതിനകത്ത് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ ഫയർവാൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അല്ല, ഹാർഡ്വെയർ ഫയർവാൾ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫയർവാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ പോകുന്നത് നേരെ ഇനി സിസ്റ്റം പെർഫോമൻസ് സ്റ്റാറ്റസിലോട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൻ്റെ CPU യൂസേജും ഡീറ്റെയിൽസും, അതുപോലെ മെമ്മറി യൂസേജസ് എത്രയൊക്കെയാണെന്നും, നെറ്റ്വർക്ക് യൂസേജസ് എത്ര വരുന്നുണ്ട്, അതുപോലുള്ള എത്ര സെക്ഷൻസ്, ആക്റ്റീവ് സെക്ഷൻസ് എത്ര എണ്ണം ഉണ്ട്, ഇതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആണ്. അതുപോലെ സിസ്റ്റം അപ്പ് ടൈമും കാണിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഫോൺ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ 50 മിനിറ്റ്സ് ആയിട്ടുള്ളൂ നമ്മളതിൻ്റെ ഫയർവാൾ അപ്പായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുക. ഇതിപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയർ ഫയർവാൾ കൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് സെക്ഷൻസ് ഒക്കെ കാണിക്കത്തുള്ളൂ. ഹാർഡ്വെയർ ഫയർവാൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ പോകുന്നത് നേരെ ഇനി നമ്മുടെ ഇൻ്റർഫേസ് സൈഡിലോട്ടാണ്. ഇതുവരെ നമ്മൾ നോക്കിയിരുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇൻ്റർഫേസ് സൈഡിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷോ സിസ്റ്റം ഇൻ്റർഫേസ് പോർട്ട് 1. ഞാൻ എൻ്റെ പോർട്ട് 1 ആണ് എൻ്റെ ഫയർവാളിൻ്റെ അപ്ലിങ്ക് ആൻഡ് ഡൗൺ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പോർട്ട് 1 അതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്നും അതിൽ ഏതൊക്കെ സർവീസസ് അലൗഡ് ആണെന്നും ഫിസിക്കൽ ടൈപ്പ് ആണ് ഏതാണെന്നുള്ളതും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ പോർട്ടിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നത്. ഇതിൽ CLI വഴി പോർട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു മുമ്പുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒരു ഇൻ്റർഫേസിൽ എങ്ങനെയാണ് IP-യും ഇതുപോലെ സിസ്റ്റം അലൗ ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സിസ്റ്റത്തിൻ്റെ റൗട്ടിംഗ് സ്റ്റാറ്റസ് അറിയാനാണ്. അപ്പോൾ നമ്മൾ ഷോ റൗട്ടർ സ്റ്റാറ്റിക്. ഇപ്പോൾ നമ്മളെ സ്റ്റാറ്റിക് റൗട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഡിവൈസ് എന്ന് പറയുന്നത് പോർട്ട് 1 ആണ്. ഞാൻ എൻ്റെ ഗെറ്റ് വേ എന്ന് പറയുന്നത് 0.1 ആണ് എൻ്റെ ഗെറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് ഗെറ്റ് സിസ്റ്റം ഇൻ്റർഫേസ് ഫിസിക്കൽ. ഇതിനടിക്കുമ്പോൾ ഈ ഒരു കമാൻഡിൽ നമുക്ക് നമ്മുടെ എല്ലാ ഫിസിക്കൽ ഇൻ്റർഫേസസും ഇതിന് കാണാം. ഇത് എൻ്റെ സോഫ്റ്റ്വെയർ ഫയർവാളിന് 3 ഫിസിക്കൽ ഇൻ്റർഫേസ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു ഫിസിക്കൽ ഇൻ്റർഫേസ് മാത്രമാണ് ഞാൻ കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം IP ഒന്നും ഡീറ്റെയിൽസ് ഒന്നും കാണത്തില്ല, ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ IP അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും കാണിക്കാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഡയഗ്നോസിസ് IP അഡ്രസ് ഈ കമൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലെ IP അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും.
ഇതിപ്പോൾ ഇതാണ് എൻ്റെ ഇൻ്റർഫേസ് പോർട്ട് 1. ഇതിലാണ് നമ്മൾ സിസ്റ്റംസ് ആക്സസ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ആക്സസ് ഒന്നും ചെയ്യാത്ത, കോൺഫിഗറേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സെയിം റേഞ്ചിൽ കാണിക്കുന്നത്. ഇത് 40 ലിങ്കിൻ്റെ IP അഡ്രസ്സ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്ന IP ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഡിഫോൾട്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റത്തിലെ IP അഡ്രസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് സിസ്റ്റം റിബൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് നമ്മൾ കൊടുക്കേണ്ടത് എക്സിക്യൂട്ട് റിബൂട്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളോട് റിബൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അത് ഞാൻ റിബൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നോ കൊടുത്തു. അതുപോലെ തന്നെയാണ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നതും സെയിം ഇത് തന്നെയാണ്, എക്സിക്യൂട്ട് ഷട്ട് ഡൗൺ. ഈ കമാൻഡ് അടിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കൂടാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.